ഹായ്, നമസ്കാരം. എൻ്റെ ഒരു വർക്കിലും ഞാൻ റേറ്റ് കുറച്ച് ബാർഗെയിൻ ചെയ്ത് വർക്ക് എടുക്കുവാൻ തയ്യാറാവാറില്ല. അതിൻ്റെ റീസൺ ഇതാണ്: നമ്മൾ റേറ്റ് കുറച്ച് വർക്ക് എടുത്താൽ നമ്മൾ ക്വാളിറ്റിയിൽ അത് കോംപ്രമൈസ് ചെയ്യേണ്ടതായി. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സ്ഥിരമായ ഒരു റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുകയും ആ റേറ്റ് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്കുണ്ടാവുന്ന ചെലവുകൾ, നിങ്ങൾക്കുണ്ടാവുന്ന ട്രാൻസ്പോർട്ടേഷൻസ്, നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ വില, നിങ്ങളുടെ ബാക്കി കോസ്റ്റുകൾ ഇതെല്ലാം കണക്കിലാക്കി നിങ്ങളുടെ പ്രോഫിറ്റ് സഹിതം മാത്രം നിങ്ങൾ വർക്ക് എടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ മത്സരത്തിന് വേണ്ടി നിങ്ങൾ റേറ്റ് താത്ത് വർക്ക് എടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. നഷ്ടം വരുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വില കുറഞ്ഞ മെറ്റീരിയൽ മേടിച്ച് വർക്ക് ചെയ്യേണ്ടതായി വരും. ഇത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നല്ലതാവത്തില്ല. ദീർഘകാല വിജയം ഉണ്ടാവാൻ ഇത് സഹായിക്കില്ല. കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എല്ലാ ക്ലയന്റിനോടും നിങ്ങൾ നിങ്ങളുടെ റേറ്റ് പറയുക. അവർ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ആ ക്ലയന്റിനെ ഡ്രോപ്പ് ചെയ്യുക. കാരണം നിങ്ങളെ അറിയാവുന്ന ക്ലയന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിനെ പറ്റി അറിയാവുന്ന ക്ലയന്റ് നിങ്ങൾക്ക് റേറ്റ് കൂടുതലായാലും നിങ്ങൾക്ക് ആ വർക്ക് നൽകാൻ തയ്യാറാവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റേറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ റേറ്റിൽ പിന്നോട്ട് പോകാതിരിക്കുക. നമ്മുടെ റേറ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാതിരിക്കുക. ബാർഗെയിൻ ചെയ്ത് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നത് പോലെ ബാർഗെയിൻ ചെയ്ത് വില പേശി നമ്മൾ ഇത് വർക്ക് ചെയ്താൽ നമ്മൾക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ നഷ്ടം വരുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുമില്ല. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ വാങ്ങാൻ സാധിക്കുകയില്ല. ചീപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വീട് പണിയാതെ നിങ്ങൾ റേറ്റ് കൂടിയാൽ പോലും ക്വാളിറ്റിയുള്ള ഒരു വീട് നിർമ്മിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഗുണനിലവാരവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ വയ്ക്കുവാൻ ശ്രമിക്കുക. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന റേറ്റ് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മിനിമം ഒരു 30, പണ്ടൊക്കെ 50 വർഷം വീട് നിലനിൽക്കുമെങ്കിൽ പോലും ഇപ്പോൾ ഒരു 30, 35 അല്ലെ 40 വർഷമെങ്കിലും നമ്മൾക്ക് വീട് ഉപയോഗിക്കണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വീടുകൾ കോൺട്രാക്ടേഴ്സിന് കൊടുക്കുവാനും അവരോട് റേറ്റിനെ പറ്റി സംസാരിക്കുവാനും. റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണെങ്കിൽ എല്ലാ കോൺട്രാക്ടേഴ്സും തരുന്ന റേറ്റുകൾ വലിയ വ്യത്യാസം വരികയില്ല. ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് എല്ലാ കോൺട്രാക്ടേഴ്സും തരുന്നതിലും ഒത്തിരി താഴ്ന്ന ഒരു റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ റേറ്റിൽ ആ കോൺട്രാക്ടർ നിങ്ങൾക്ക് മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്യും. വില കുറഞ്ഞ മെറ്റീരിയൽസുകൾ ഉപയോഗിക്കും. ബാക്കി സാധനങ്ങളിലെല്ലാം നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പോൾ നിങ്ങളുടെ വീട് നിർമ്മിക്കുന്ന വീടിൻ്റെ ഗുണനിലവാരവും നഷ്ടപ്പെടും. ചിന്തിച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട് വയ്ക്കുവാൻ ഇറങ്ങിത്തിരിക്കുക. നന്ദി, നമസ്കാരം.